ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു റിയൽ അക്കൗണ്ട്സ്. ഞങ്ങളൊരു അക്കൗണ്ടിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞങ്ങൾ 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ പേര് റോബർട്ട് ജോസ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കളായ 3-4 അക്കൗണ്ടന്റുമാരെ ചേർന്നാണ് 2015 ഈ സ്ഥാപനം തുടങ്ങുന്നത്. അന്ന് നമ്മൾ ഞങ്ങൾക്കെല്ലാം ഇന്ത്യയിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, UAE-യിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റുമാരായിരുന്നു. അന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനിഷ്യൽ ടൈമിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫ്രഷർ അക്കൗണ്ടന്റ് ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെയിൻ പ്രശ്നം, നമുക്കൊരു പുതിയൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ തന്നെ പ്രയാസമാണ്. അവർക്കെല്ലാം വേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിനെ. അപ്പോൾ നമുക്ക് ഒരിടത്ത് ജോലി കിട്ടാതെ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് നേടാൻ സാധിക്കും? അതൊരു പ്രശ്നമായിരുന്നു. കാരണം ആരും പുതിയ ഫ്രഷേഴ്സിനെ എടുക്കാൻ തയ്യാറാവുന്നില്ല. തയ്യാറായാൽ തന്നെ വളരെയധികം ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലാണ് അവർ എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും വളരെ പരിമിതമായിരുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഞങ്ങളന്ന് കണ്ടെത്തി. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? അതായത് പഠിച്ച് ഇറങ്ങുന്ന ഒരു അക്കൗണ്ടന്റും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷറാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗ്യാപ്പ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന ഒരു തോട്ടിൽ നിന്നുമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോഴ്സ് ഡിസൈൻ ആവുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല സെക്ടറിൽ നിന്നുള്ള സ്ഥാപനങ്ങളിലെ വർക്കുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. അതായത് ട്രേഡിംഗ് സെക്ടർ ഉണ്ടാവും, മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ടാവും, സർവീസ് സെക്ടർ ഉണ്ടാവും, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അങ്ങനെ പലവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ജോലികൾ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഈ സ്ഥാപനങ്ങളിലെ എല്ലാം അക്കൗണ്ടിങ് ജോലികൾ ഈ പിള്ളേർക്ക് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അത് ഇനിഷ്യലി ഓക്കെ ഫൈൻ, നമുക്കറിയാം പുതിയൊരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു BCom-ഓ MCom-ഓ കഴിഞ്ഞു വരുന്ന പിള്ളേർക്ക് അവർക്ക് വായിച്ച് ഉള്ള എക്സ്പീരിയൻസ് ആണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അല്ല, പലപ്പോഴും തന്നെ BCom പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് നോളജ് കാണാറില്ല. അപ്പൊ ഞങ്ങളത് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലൂടെ നമ്മളത് ആ ഒരു പ്രശ്നം പരിഹരിച്ചു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ്സുകളിലൂടെ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഓരോ ബേസിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അതും ഒരു പ്രാക്ടിക്കൽ മെത്തേഡിൽ തന്നെയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിഷ്യലി അവരെ ഡേ ബുക്ക് പ്രിപ്പറേഷനെ പഠിപ്പിച്ചു. അതിനുശേഷം ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം വൗച്ചർ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും. പല ടൈപ്പ് വൗച്ചേഴ്സ് ഉണ്ട്: പേയ്മെന്റ്, റിസീപ്റ്റ്, പർച്ചേസ്, കോൺട്ര, ജേർണൽ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇങ്ങനെയുള്ള പല പല വൗച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ പരിചയപ്പെടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഇവരെല്ലാം വൗച്ചേഴ്സിന്റെ എല്ലാം മാതൃകകൾ ഉണ്ടാക്കി വൗച്ചേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യിച്ച് ജേർണൽ എൻട്രി എങ്ങനെ എഴുതുന്നതിന് സിസ്റ്റമാറ്റിക്കലായിട്ട് വളരെ ലളിതമായിട്ട് എങ്ങനെ നമുക്ക് ജേർണൽ എൻട്രി എഴുതാമെന്നുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ ഇവരെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു സ്ഥാപനത്തിന്റെ വർക്ക് വൗച്ചറുകൾ പ്രിപ്പയർ ചെയ്ത് ജേർണൽ എൻട്രി എഴുതി അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത് ബാലൻസ് എടുത്ത് ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവന്ന് ട്രയൽ ബാലൻസിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കും. അപ്പം നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്നതായിരുന്നു. പിള്ളേരെല്ലാം വളരെ ഈസി ആയിട്ട് അക്കൗണ്ടിങ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ സോഫ്റ്റ്വെയറിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഇവിടെ റിയൽ അക്കൗണ്ട്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഒരു മെത്തേഡിലൂടെയാണ്. നമ്മൾ ആദ്യം ഇവരെ അക്കൗണ്ട്സിന്റെ ബേസിക്സ് ബിൽഡ് ചെയ്യും. അത് മാനുവൽ അക്കൗണ്ടിങ്ങിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റുഡൻസിനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ ഇനിഷ്യൽ അന്നത്തെ ട്രെൻഡിങ് ആണ് സോഫ്റ്റ്വെയർ ടാലി ആയിരുന്നു. അന്ന് ടാലിയിൽ നമ്മൾ ഈ സ്റ്റുഡൻസിനെ നമ്മൾ ടാലി സോഫ്റ്റ്വെയർസ് ആയിരുന്നു. എന്നിട്ട് പല സ്ഥാപനങ്ങളിലെ വർക്കുകൾ നമ്മൾ ടാലിയിൽ ഇവരെ പഠിപ്പിച്ചു. അപ്പം ടാലിയും വളരെ ബെസ്റ്റ് ആയിട്ട് അവർ പഠിച്ചു. അപ്പോൾ അതിൽ ഈ പല പല സ്ഥാപനങ്ങളുടെ വർക്കുകൾ എന്ന് പറയുമ്പോൾ അതിൽ സെയിൽസ് ആൻഡ് പർച്ചേസുകൾ എല്ലാം വരുന്നുണ്ട്. അന്നൊക്കെ വാറ്റ് ആയിരുന്നു. അപ്പം വാല്യൂ ആഡഡ് ടാക്സിന്റെ നിയമങ്ങൾ, കാര്യങ്ങൾ എല്ലാം പഠിച്ചു. 2017 GST ഇൻട്രൊഡ്യൂസ് ആയി. പിന്നെ അത് നമ്മുടെ അപ്പോഴത്തേക്കും നമ്മുടെ സിലബസും എല്ലാം നമ്മൾ ക്രമീകരിച്ച് GST-യിലേക്ക് മാറി. എന്നിട്ട് നമ്മൾ GST-യുടെ നിയമങ്ങൾ, കാര്യങ്ങളെല്ലാം ഈ വർക്കുകളിലെല്ലാം അപ്പോഴത്തേക്കും പുതിയ വർക്കുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അതിലെ ഈ ജോബുകളിലെല്ലാം GST അപ്ലൈഡ് ആണ്. അപ്പൊ GST-യുടെ നിയമങ്ങള്, കാര്യങ്ങളെ എല്ലാം ഈ സോഫ്റ്റ്വെയറിൽ ഇവര് പരിചയിച്ചു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഇൻഡസ്ട്രിയിലേക്ക്. കാരണം അവർക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പിള്ളേർക്ക്
ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാന്ന് മാത്രമല്ല, അവിടെ പോയി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് അവർക്ക് അക്കൗണ്ടിങ് ജോലികൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇന്ന് വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻട്രൊഡ്യൂസ് ആയി. ഇപ്പൊ ടാലി മാത്രം കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒരു കോമ്പീറ്റന്റ് കാൻഡിഡേറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ സ്ഥാപനങ്ങളും ടാലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടാലി പ്രൈം ഒന്നും മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം ലീഡിങ് കോർപ്പറേറ്റ്സ് ഒക്കെ SAP യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് വന്നു തുടങ്ങി. പിന്നെ നമുക്ക് ഷെറോ ഉണ്ട്, ക്വിക്ക് ബുക്സ് ഉണ്ട്, സോഹോ ബുക്സ് ഉണ്ട്, സേജ്, അങ്ങനെ ഇന്നത്തെ ലീഡിങ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമ്മൾ റിയൽ അക്കൗണ്ട്സിൽ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. അതെല്ലാം എല്ലാം ഈ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുക. അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഇവിടെ റെസിപ്റ്റ് അടിക്കാം, ഇത് പേയ്മെന്റ് അടിക്കാം, ഇതിൽ നിന്ന് നമുക്ക് ഇന്ന റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം, അതല്ല. നമ്മളൊരു അക്കൗണ്ടന്റിനെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ഒരു വർക്കുകൾ, 1-2 വർക്കുകൾ ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് വരെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ജസ്റ്റ് ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ പരിചയിക്കുന്നതിലുപരി ഒരു സ്ഥാപനത്തിന്റെ വർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു അക്കൗണ്ടിനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് മറ്റൊന്നാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളിവിടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഒരു കാര്യം റിയൽ അക്കൗണ്ട്സിന് അഷ്വർ ചെയ്യാൻ പറ്റും. റിയൽ അക്കൗണ്ട്സിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന സ്റ്റുഡൻസിന് അവരെന്തിനാണ് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ നിയമിതനായത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടാവും. പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആക്ച്വലി അറിയില്ല എന്തിനാണ് അക്കൗണ്ടന്റ് ആയിരിക്കുന്നത്. അവരുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുക, അതാണ് ഒരു അക്കൗണ്ടിങ് ജോലി. ശരിയാണ്, അത് അക്കൗണ്ടിങ് ജോലി തന്നെയാണ്. പക്ഷേ നമുക്കറിയണം എന്താണ് ഇതിന്റെ ഒരു എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളുടെ ഉദ്ദേശം എന്നുള്ളത്. ആക്ച്വലി ഒരു എംപ്ലോയർ ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്നത് അയാൾക്ക് റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിപ്പോർട്ട്സ് പലതുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മാത്രമല്ല റിപ്പോർട്ട്സ്. റിസീവബിൾസ് ഉണ്ട്, പേയബിൾസ് ഉണ്ട്, അതായത് ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് റിപ്പോർട്ട്സ് ഉണ്ട്. കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതിനെ കുറിച്ച് അയാൾക്ക് അറിയണം. അതുപോലെ സെയിൽസ് റിപ്പോർട്ട്, സെയിൽസ് രജിസ്റ്റർ, അതായത് ഒരു മാസം ആ സ്ഥാപനം നടത്തിയ സെയിൽസിനെ കുറിച്ച് അറിയണം, ആ സ്ഥാപനം നടത്തിയ പർച്ചേസിനെ കുറിച്ച് അറിയണം. കൊടുക്കാനുള്ളവർ, കിട്ടാനുള്ളവർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെന്ററിനെ കുറിച്ചുള്ള ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് എത്രയായി എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് വരാൻ ആ അക്കൗണ്ടിനോട് ആവശ്യപ്പെട്ട് അയാൾ എടുത്ത് കൊടുക്കണം. അപ്പൊ ഇതിനെല്ലാമായിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അക്കൗണ്ടന്റ് ആയത് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഓരോ സ്റ്റുഡന്റിനെ കുറിച്ചും ഓരോ റിപ്പോർട്ടുകളും പ്രിന്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അവരിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫീൽ ചെയ്യാണ്, അവരെ ആ റിപ്പോർട്ട് പ്രിന്റ് എടുക്കുകയാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയി ആയിട്ട് നിയമിതനാകുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അയാൾക്ക്. അപ്പോൾ അയാൾ എൻറ്റർ ചെയ്യുന്ന ഓരോ എൻട്രീസിന്റെയും ഇമ്പോർട്ടൻസ് അയാൾക്ക് മനസ്സിലാവും. കാരണം ഓരോ ജേണൽ എൻട്രി അക്കൗണ്ടിങ്ങിൽ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അത് ഓരോ റിപ്പോർട്ടുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ചെയ്യും. അപ്പോൾ അയാൾ ഓരോ എൻട്രി ചെയ്യുമ്പോഴും ഇന്ന റിപ്പോർട്ടുകളിൽ അത് അഫക്റ്റ് ആയി. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽ എൻട്രി ചെയ്തു, ഒരു പർട്ടിക്കുലർ പാർട്ടിയിലേക്ക് കടമായിട്ടാണ് ആ സെയിൽ എൻട്രി ചെയ്തത്. അപ്പോൾ തന്നെ അയാൾ ആ സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സെയിൽസ് രജിസ്റ്റർ അത് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്ററുടെ നമുക്ക് കിട്ടാനുള്ള ആളുടെ അക്കൗണ്ടിൽ ആ പൈസ കയറിയിട്ടുണ്ടോ, നമുക്ക് തരാനുള്ളതായിട്ട് തന്നെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ അയാൾ ആ അക്കൗണ്ടുകളെല്ലാം സമീപിക്കും. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു ഐഡിയ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും അക്കൗണ്ടിങ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, റിയൽ അക്കൗണ്ട്സിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ കോമ്പീറ്റന്റ് ആയിട്ടൊരു അക്കൗണ്ടന്റ് ആയിരിക്കും. ഏതൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ചെന്ന് കഴിഞ്ഞാലും അയാൾ പിടിച്ചിരിക്കും. കാരണം അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ എന്തിനാണ് അക്കൗണ്ടന്റ് ആയിരിക്കുന്നത്, ഒരു അക്കൗണ്ടിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, വളരെ അവർക്ക് ഈസി ആയിട്ട് അറിയാം. കാരണം ബേസിക്സ് തൊട്ട്, അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് തൊട്ട് ബിൽഡ് ചെയ്തിട്ട് പല സ്ഥാപനങ്ങളിലെ വർക്കുകൾ, പല സെക്ടറിൽ നിന്നുള്ള സ്ഥാപനങ്ങളിലെ വർക്കുകൾ പ്രാക്ടീസ് ചെയ്ത് പല സോഫ്റ്റ്വെയറുകൾ നമ്മളിവിടെ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ടാലി ഉണ്ട്,
സോഹോ ബുക്സ് ഉണ്ട്, ക്വിക്ക് ബുക്സ് ഉണ്ട്, SAP ഉണ്ട്, സെറോ ഉണ്ട്. എക്സലിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കും. അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ബേസിക് എക്സൽ സ്പ്രെഡ്ഷീറ്റിനെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പോലെ ആക്കി വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം റിപ്പോർട്ട് എങ്ങനെ, എല്ലാവിധ റിപ്പോർട്ടുകളും പിള്ളേരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിച്ച് പ്രിന്റ് ചെയ്യിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോ റിപ്പോർട്ടുകളും ഫയൽ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് സ്റ്റുഡൻസിന് കിട്ടും. അതാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത്. പിന്നെ ടാക്സേഷന്റെ കാര്യം പറയുവാണെങ്കിൽ GST ഉണ്ട്. GSTയുടെ എല്ലാ നിയമങ്ങളും ഫ്രം മാനുവൽ അക്കൗണ്ട്സ് മുതൽ സ്റ്റുഡൻസ് പഠിച്ചാൽ വരിക ടു റിട്ടേൺ ഫയലിംഗ്, എല്ലാ കാര്യങ്ങളും. അതുപോലെ ഗൾഫ് വാറ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഗൾഫിലേക്ക് പോകാൻ ആവശ്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഗൾഫിലെ വർക്കുകൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് ഗൾഫിലെ സ്ഥാപനങ്ങളിലെ വർക്കുകൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയും അതിൻ്റെ ടാക്സേഷന് കാര്യങ്ങൾ, അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ, ഗ്രാറ്റുവിറ്റി അവിടെ നമുക്ക് വേണ്ടതാണ്, ഗ്രാറ്റുവിറ്റിയുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഗൾഫ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഒരു വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ മറ്റാരുടെയോ സഹായത്തോടെയോ നമുക്ക് അവിടെ ജോലി അന്വേഷിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആക്കാൻ, അതായത് നിങ്ങൾക്ക് പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുന്നു എന്നുള്ളതല്ലാതെ ഒരു കോൺഫിഡൻസ് ഇല്ല വർക്ക് ചെയ്യാൻ. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരാൻ സാധിക്കും. അതാണ് റിയൽ അക്കൗണ്ട്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലും ഈ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. അതായത് കോവിഡിൻ്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ഇൻട്രൊഡ്യൂസ് ആയത്. കാരണം ഇനിഷ്യലി ഞങ്ങൾ ഓർത്തില്ല ഇത്ര ഈസി ആയിട്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഓഫ്ലൈൻ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് പോകെ ഞങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഇനിഷ്യലി ഞങ്ങളൊരു ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്തായിരുന്നു, മാനുവൽ അക്കൗണ്ട്സ് ഒക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ റിയൽ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റുകൾ വന്നതോടുകൂടി അത് കുറച്ചും കൂടെ ഈസിയായി. കാരണം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്കൊരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ അവർക്ക് മെയിലിലൂടെ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ആ സ്പ്രെഡ്ഷീറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ ഓരോ, ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഡേ ബുക്കോ പ്രിപ്പറേഷൻ, ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻ, ഇനിഷ്യൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം അവർക്ക് ആ സ്പ്രെഡ്ഷീറ്റിൽ അവരുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് റിയൽ ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ അപ്ഡേഷൻ കിട്ടും. അപ്പം നമുക്ക് വേണ്ട കറക്ഷൻസ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുടെ ടൈമിനനുസരിച്ച്, പലപ്പോഴും പലർക്കും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും അവർക്ക് അവിടെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുക. ജോലി ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെ മറ്റു പല കമ്മിറ്റ്മെന്റ്സ് ഉള്ളവരായിരിക്കാം. അപ്പം നമുക്ക് അവർ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് വെച്ച് അതിനുള്ള കറക്ഷൻസ് ഒക്കെ ഇവിടുത്തെ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റും. ഇവിടെ പല ടീച്ചേഴ്സിനും 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇവരുടേതായിട്ടുള്ള എല്ലാവിധ ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്ന കേപ്പബിലിറ്റി ഉള്ള ടീച്ചേഴ്സാണ് റിയൽ അക്കൗണ്ട്സിലുള്ളത്. അപ്പം ഓൺലൈൻ ട്രെയിനിങ് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർസ് ആണെങ്കിലും എല്ലാ സോഫ്റ്റ്വെയർസും അവർക്ക് അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളിവിടെ ചെയ്യും. എന്നിട്ട് ആ സോഫ്റ്റ്വെയറിൽ അവർക്ക് വർക്ക് ചെയ്യാം. അതിൻ്റെ ആക്സസ് നമുക്ക് കിട്ടും. അതിൻ്റെ കറക്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം അവർക്ക് അക്കൗണ്ട്സ് ട്രെയിനിങ് എടുക്കാൻ പറ്റും, സോഫ്റ്റ്വെയർ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഈസിലി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പല സ്ഥാപനങ്ങൾ വർക്കുകൾ ഇവർക്ക് ഓൺലൈനിൽ ചെയ്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അക്കൗണ്ടന്റായിട്ട് മാറുകയും സർട്ടിഫിക്കേഷനും കിട്ടും. നമുക്ക് റിയൽ അക്കൗണ്ട്സിന് വേൾഡ് സ്കിൽ കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം, വേണമെങ്കിൽ നമുക്ക് തരാൻ സാധിക്കും. ഞങ്ങളുടെ റിയൽ അക്കൗണ്ട്സ് ISO സർട്ടിഫൈഡ് സ്ഥാപനമാണ്. അപ്പം അംഗീകൃതമായിട്ടുള്ളൊരു സ്ഥാപനമാണ് റിയൽ അക്കൗണ്ട്സ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളുടെ അംഗീകാരവും റിയൽ അക്കൗണ്ട്സിനുണ്ട്. തുടക്കം പോലെയുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് രീതിയിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. തൽഫലമായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വിദേശങ്ങളിലോ മറ്റെവിടെ വേണമെങ്കിലും ജോലിയുടെ സെർച്ചിങ്ങിൽ വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറാറുണ്ട്. അപ്പം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റിയൽ അക്കൗണ്ട്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. റിയൽ അക്കൗണ്ട്സിന്റെ ഗൂഗിൾ റിയൽ അക്കൗണ്ട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള പോസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ധൈര്യമായിട്ടും റിയൽ അക്കൗണ്ട്സ് ചൂസ് ചെയ്യാം. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല. അതോ ഇവിടെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ഇനി ഓഫ്ലൈനായിട്ട് വരാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഈക്വൽ ക്വാളിറ്റിയിലൂടെ, ഓഫ്ലൈൻ പഠിക്കുന്ന അതേ ക്വാളിറ്റിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലും റിയൽ അക്കൗണ്ട്സിന്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് പേഴ്സണൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ വിളിക്കാവുന്നതും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാവുന്നതുമാണ്. നമുക്ക് ഇന്നത്തെ സൂം മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റോ അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ നമുക്ക് ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് സ്പ്രെഡ്ഷീറ്റിലൂടെയൊക്കെ മാനുവൽ അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം ഈസിലി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സോഫ്റ്റ്വെയറുകൾ അവരവരുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് സോഫ്റ്റ്വെയറുകൾ നമുക്ക് പരിശീലിക്കാം. അപ്പോൾ ഞങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഞങ്ങളുടെ ഗൂഗിൾ പേജിലോ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള പേജുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാട്സപ്പ് വഴിയോ ഡയറക്റ്റ് കോൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇങ്ങനെയുള്ള പേജുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഞങ്ങളുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പം റിയൽ അക്കൗണ്ട്സിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.